ശരിക്കും പറഞ്ഞ എൻ്റെ അച്ഛമ്മയുടെ ചേച്ചിന്റെ മോളെ കുട്ടിയാ. എൻ്റെ അനിയത്തി തന്നെ. പക്ഷെ ശരിക്കും പറഞ്ഞ എൻ്റെ സ്വന്തം അനിയത്തിനേക്കാളും കൂടുതൽ സ്നേഹം ഇവക്ക് എന്നോട്. ആ അതെനിക്കറിയാം. അത് നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതെന്താണെന്നറിയോ, അവള് കല്യാണം കഴിഞ്ഞിട്ടേ പൂനെയിലേക്ക് പോയതിനു ശേഷം സത്യം പറഞ്ഞാൽ നല്ല മിസ്സിങ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴാണ് ഒന്ന് വിളിക്കുക. അപ്പൊ പിന്നെ ഞാൻ ഓടിച്ചെല്ലും. പിന്നെ ഉണ്ടാവും പണ്ടത്തെ കുറെ കഥകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ. ഇതിപ്പോ അവര് ഫാമിലിയോടെ നാട്ടിൽ സെറ്റിലാകാന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പക്ഷെ അവര് ഹൗസ് വാമിങ്ങിന് എന്താ കൊടുക്കുക? ഹൗസ് വാമിങ്ങിനിപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ബെഡ്റൂം സെറ്റ് കൊടുത്താലോ? നല്ലൊരു കട്ടിലും ഒരു വലിയ ഷെൽഫും. അയ്യോ അതിനൊക്കെ ഒരുപാട് പൈസ വരില്ലേ? അധികമൊന്നും വരില്ല, ഒരു 10-40,000 രൂപയിൽ നല്ലത് കിട്ടും. 40,000? അത് കുഴപ്പമില്ല അല്ലേ? എൻ്റെ കല്യാണ സമയത്ത് എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു വളയാണ് അവര് തന്നിട്ട് പോയത്. എടോ അതിനെക്കുറിച്ച് ഇയാൾ അധികം ഒന്നും ആലോചിക്കണ്ട. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് അവര് ഫർണിച്ചർ എടുക്കാൻ ചെല്ലല്ലേ, നീ വിളിച്ചു പറ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കി വാങ്ങിയാൽ മതി. എന്നാ ഞാൻ അവളെ വിളിച്ചു പറയാം. അവരെങ്ങനത്തെയാണ് റൂമിലേക്ക് പ്ലാൻ ചെയ്തെന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണ്ടേ? എന്നാ പിന്നെ അതിനനുസരിച്ച് വാങ്ങിക്കൊടുക്കാലോ. നീ പഴമൊക്കെ കഴിക്ക്. എത്ര നേരം അവിടെ കൊണ്ട് വെച്ചിട്ട്? അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കോലം ഇല്ലാണ്ടായിപ്പോയി. ഇത്രയൊക്കെ മുന്നിൽ കൊണ്ടുവച്ച് എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റാ? എന്നിട്ട് എന്ത് തീരുമാനിച്ച്? 40,000-40,000 രൂപ ചെലവാക്കാനാ? അതിപ്പോ എന്തായാലും ചെയ്യണ്ടേ. കല്യാണ സമയത്തെ അവരെന്തോ വളയും മാലയ്ക്ക് അവർക്ക് കൊടുത്ത്, പിന്നെ മോശം നമ്മളൊന്നും ചെയ്തില്ലേ? അങ്ങനെ പറയാൻ നീ കൊടുക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇതേ അവളുടെ കുടുംബത്തിലും പോലും അല്ല, അവളുടെ ആരൊക്കെയോ വള്ളിയിലും പുള്ളിയിലും ബന്ധുക്കാർക്കാണ് ഇത്രയും പൈസ ചെലവാക്കി കൊടുക്കുന്നത്. പിന്നെ അവളുടെ വീട്ടിലാണെങ്കിലോ നീ എത്രയായിരിക്കും കൊടുക്കുക? ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാലേ നീ മുടിഞ്ഞു പോകുകയുള്ളൂ മോനെ. നീ ശ്രദ്ധിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തോ. അമ്മ എന്താ നീ പറയുന്നത്? അവർ രണ്ടുപേരും സ്വന്തം ചേച്ചിനെ അനിയത്തിനെ പോലെയാ. പിന്നെ മാത്രമല്ല, ഇന്നലെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. എടാ ഈ പെമ്പിള്ളേർക്കില്ലേ അവരുടെ വീട്ടിൽ എത്ര കൊടുത്താലും മതിയാവില്ല. നീ അറിഞ്ഞും കണ്ടും പരിമാറിക്കോ. ഇപ്പൊ വിളിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ, അല്ലാണ്ട് വാങ്ങിയിട്ടൊന്നും ഇല്ലാലോ. ആ വാക്ക് മാറ്റാനാണ് ഇപ്പൊ വലിയ പാട്. അതെങ്ങനെ വാക്ക് മാറ്റി പറയാ? അവരോട് പറഞ്ഞു പോയില്ലേ, അവരത് പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഇനിയിപ്പോ ഹൗസ് വാമിന് അത് കയ്യും വെച്ച് പോകാനാണോ? ഇന്ന് വൈകുന്നേരം അവർ ഫർണിച്ചർ എടുക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ ഞാനാണ് ഇവളോട് പറഞ്ഞ് അവരെ വിളിച്ച് പറയും ഞങ്ങൾ ഇതും കൊണ്ട് വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അവൾ അവരെ വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോ അവരത് വാങ്ങില്ല, പിന്നെ ഹൗസ് വാമിന് പോകുമ്പോൾ നമ്മളിങ്ങനെ കൈ വീശി പോകാൻ പറ്റുമോ? അതിന് വെറും കൈയോടെ എന്തിനു പോകുന്നു? 1000-2000 അവിടെ പോയി കവറിടണം. അത്രയ്ക്കുള്ള ബന്ധുവല്ലേ എനിക്കുള്ളൂ. പിന്നെ അവൾക്ക് അവർ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം നീ അല്ല വീട്ടേണ്ടത്, അത് അവളെ വീട്ടുകാരാ. ഇനിയിപ്പോ നീ അത് അവരുടെ അടുത്ത് പറഞ്ഞു. ഇനി വാക്ക് മാറ്റി പറയാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളും അവളുടെ വീട്ടുകാർ ഒരുമിച്ച് പോ. ആ സാധനം ഇല്ലേ അവളുടെ വീട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിക്ക്. ഹൗസ് വാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി? ആണോ? അതെന്ത് ചോദ്യ? തലേ ദിവസം തന്നെ എത്താം. എടാ പിന്നെ ഫർണിച്ചർ എടുക്കാൻ നാളെയാണ് പോകുന്നല്ലേ പറഞ്ഞേ? ഇന്ന് പോകുന്നുണ്ട്? എന്നാലേ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു കട്ടിലും ഷെൽഫും ഞങ്ങള് കൊണ്ടുവരാം കേട്ടോ. അതെടുക്കണ്ട? ആയിക്കോട്ടെ. എടാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യോ, നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ മോഡൽസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് വാട്സപ്പ് ചെയ്യോ? എടാ നീ ഫോണൊന്ന് കട്ടേ. അനു ഫോണില് നീ ഒന്ന് കട്ട് ചെയ്യാതെയോ? ഞാൻ പറയാം. അത് ഞാൻ പറയാ, നീ കട്ടേ. എടാ ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ ഒന്ന് വാട്സപ്പ് ചെയ്യും. ശരി. എന്താ നീ എന്തിനാ ഈ കാര്യങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു പറയാൻ പോയത്? ഒന്നുകൂടെ നമുക്ക് ആലോചിക്കണ്ടേ? അതെന്താ ഇങ്ങനെ പറയുന്നേ? ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞ വേഗം വിളിച്ചു പറയുന്നത്. അവരിതൊന്ന് വൈകുന്നേരം തന്നെ എടുക്കാൻ പോവാന്ന്. ഇതിപ്പോ ആ കൂടെ തലവേദനയല്ലോ. എന്തോ ചേച്ചി, ഇതിപ്പോ നമ്മള് നാളെ മറ്റന്നാളല്ലേ അവൾ സാധനം വാങ്ങുന്ന വിചാരിച്ചത്. ഇന്ന് തന്നെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ ഒരു ദിവസത്തില്? അത് നടക്കൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു 1000-2000 കവറിലിട്ടിട്ട് കൊടുക്കാം. 1000-2000 കവറിലിട്ട് കൊടുക്കാന്നോ? ഇതെന്തിപ്പോ ഇങ്ങനെ പറയുന്നേ? കുറച്ചു നേരം മുമ്പ് നമ്മളല്ലേ തീരുമാനിച്ചത് ഇത് കട്ടിലും അലമാരയൊക്കെ കൊടുക്കാന്ന്. 40,000 രൂപ നമ്മൾ ഏട്ടൻ എന്താ പറഞ്ഞത്? അതൊന്നും വലിയ പൈസ ഒന്നല്ല, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്നോട് വിളിച്ചു പറയാൻ പറഞ്ഞത്? ഇത് പാവം നാണക്കേടായില്ലേ?
ഹൗസ് വാമിങ്ങിന് ആരും 2000 രൂപ ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് എങ്ങനെ അവരെ ഫേസ് ചെയ്യാൻ പറ്റുക? അതൊന്നും നിനക്ക് പ്രശ്നമാവാണ്ടിരുന്നാ പോരെ. എന്തായാലും നിന്റെ വീട്ടിൽ നിന്ന് നല്ലൊരു സാധനം കൊടുക്കുമല്ലോ. എന്തിനാണ് പിന്നെ ഒരു വീട്ടിൽ നിന്ന് 2 പേര് കൊടുക്കാൻ നിൽക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ അമ്മേനെ വിളിച്ചു നോക്കാം അമ്മ എന്താ കൊടുക്കുന്നതെന്ന്. ഇനിയിപ്പോ വല്ല സോഫ എന്തെങ്കിലും കൊടുക്കാനാണ് പ്ലാനെങ്കിൽ നീ അമ്മേനോട് പറ, ഒരു കട്ടിലും ഷെൽഫും കൊടുക്കുക, സോഫ കൊടുക്കണ്ടെന്ന്. പിന്നെ ഹൗസ് വാമിങ്ങിന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകും. നീ ഓൾറെഡി വിളിച്ചു പറഞ്ഞല്ലേ നമ്മൾ ഇന്ന സാധനങ്ങളൊക്കെയാ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് ആയിട്ടെന്ന്. അവന് നമ്മളിത് കൊടുക്കുമ്പോ അവര് വിചാരിച്ചോളും ഇത് നമ്മുടെ ഗിഫ്റ്റ് ആണെന്ന്. അതുപോലെ നിനക്ക് ആര് കൊടുത്താലെന്താ, സാധനം അവിടെ എത്തിയാ പോരെ. ഈശ്വരാ, സെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. സമയങ്ങളായിട്ട് നീ അമ്മേനെ വിളിക്കട്ടാ. അല്ല, വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാൻ വിളിച്ചു, പക്ഷെ ഈ കാര്യം സംസാരിച്ചു. അത് പറയാണ്ടിരുന്നേ, അവര് ഫർണിച്ചർ എടുത്തിട്ടുണ്ടാവില്ലേ? എടുക്കട്ടെ, അതിനെന്താ. ഹൗസ് വാമിങ്ങിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അപ്പോഴത്തേക്ക് എത്തിച്ചാ പോലെ സാധനം. എടോ അതല്ല, നിന്റെ വീട്ടുകാർ എന്താ വാങ്ങുന്നത് നമുക്കറിയോ? അവര് ചെന്നിട്ട് വല്ല ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും മതി, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ കട്ടിലും ഷെൽഫും അല്ലേ, അതിനെ വാങ്ങിപ്പിക്കണ്ടേ? അതൊന്നും ഏട്ടൻ കാര്യമാക്കണ്ട. അവർ ഇന്നോ നാളെയോ ചെന്നിട്ടൊന്നും എടുക്കാൻ പോകണമെന്നില്ല. ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസം എടുക്കും. അപ്പൊ പിന്നെ എന്തായാലും എന്നോട് പറയും. പിന്നെ എനിക്ക് ഈ കാര്യം ഫോണിലൊക്കെ വിളിച്ചു പറയണ ഒരുമാതിരി മോശമല്ലേ ഏട്ടാ. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാലോ നമ്മളെന്താ കൊടുക്കണത്. അപ്പൊ ഞാൻ എങ്ങനെയാ പറയാ നിങ്ങളിത് കൊടുക്കുന്നത്? തൽക്കാലം ഞാനൊരു ദിവസം അവിടെ ചെല്ലട്ടെ, എന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഏട്ടൻ പറഞ്ഞ സാധനം തന്നെ അവരെ കൊണ്ട് കൊടുപ്പിച്ചാ പോരെ? അത് ഞാൻ ഏറ്റു. ആ അത് മതി, നീ മറക്കല്ലോ. ഇനിയിപ്പോ അവര് വേറെ വല്ലതും കൊണ്ടു കൊടുത്താലേ നമ്മുടെ മാനം പോകും. വില പോകുന്ന കേസാ. എന്തായാലും റെഡി ആയിട്ട് പെട്ടെന്ന് വാ, വേഗം വരണം കേട്ടോ, വൈകല്ലേ. ഞാൻ വരാം. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തു പോവാണേ. പുറത്തേക്കോ? ഇപ്പൊ എന്തിന്? അതമ്മേ, അവള് പാദസരം പൊട്ടിപ്പോയി, അത് മാറ്റി വാങ്ങാൻ പോവാ. അത് ഇടാൻ പറ്റുന്നില്ല. അതിപ്പോ എന്തിനാ മോനെ ഇത്രയും തിരക്കിട്ട് മാറ്റാൻ പോകുന്നത്? അത് മാറ്റിയാലേ പറ്റുള്ളൂ വല്ല നിർബന്ധമുണ്ടോ? അതല്ലമ്മേ, അവൾക്ക് ആ കൂടെ ഒരു പാസരേ ഉള്ളൂ, അതാണ് പൊട്ടിയത്. പിന്നെ അവൾ എന്നോട് കുറെ പറയുന്നത് അത് മാറ്റി കൊടുക്കാൻ. ഇത്ര ദിവസം സമയം കിട്ടിയില്ല, പിന്നെ ഇന്നും ഒന്ന് ഫ്രീ ആയത്. ഇന്നും പോയില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. എന്തിനാ മോനെ സ്വർണത്തിന് ഇത്രയും വിലയുടെ സമയത്ത് അത് മാറ്റാൻ പോകുന്നത്? പിന്നെ അത് മാത്രമാണോ, ആ കാലിലിട്ട് നടക്കുമ്പോ എവിടെയെങ്കിലും ഒന്ന് വീണ് പോയാലോ അതിലേറെ വിഷമാവില്ലേ? ഇതിപ്പോ അമ്മ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ സാധാരണ അവൾ ഇടുന്നതല്ലേ. ആ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നീ പോയി പാദസരം മാറ്റി അവൾ കാലിലിട്ട് തുടങ്ങിയ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അവൾ ഊരിത്തരോ പണയം വെക്കേ? ഇല്ല. പെണ്ണല്ലേ ജാതി, അവർക്ക് ആഭരണത്തിനോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു നിനക്ക് പണയം വെക്കാൻ ചോദിച്ചാൽ അവൾ തരുവോ? തരില്ല. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ പൊട്ടിയ പാട് അങ്ങനെ തന്നെ ആ ഷെൽഫിൽ വെച്ചാലോ? നിനക്ക് എന്തെങ്കിലും പൈസന്റെ ആവശ്യം വന്നാ കൊണ്ട് പണയം വെക്കാലോ? അവളൊന്നും പറയൂല, അത് വെറുതെ വെച്ചിട്ടുള്ള സാധനമല്ലേ. ഞങ്ങളൊക്കെ വെള്ളി പാദസരം നടന്നത് അല്ലാണ്ട് സ്വർണത്തിന്റെ ഒന്നുമല്ല. അതിന് പോയാലും പ്രശ്നമില്ലല്ലോ. ആ നീ ഇവിടെ നിൽക്കായിരുന്നോ? ആ കുറച്ച് തുണി ഉണ്ടായിരുന്നേ ഉണങ്ങാനിട്ട, അത് മറന്നുപോയതാ. അങ്ങോട്ടേക്ക് ഒരു മരം ചാഞ്ഞു നിന്നിട്ട് അതിൽ പുഴു മുഴുവൻ വീഴുന്നു. അപ്പൊ അവിടുത്തെ കുറെ തുണികൾ എടുത്ത് ഇവിടെ ഇട്ടതാ. ആ എന്തായാലും നന്നായി. പിന്നെ നമുക്കിപ്പോ ഈ പാദസരം മാറ്റണം എന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടോ? അയ്യോ, അത് മാറ്റില്ലെങ്കിൽ പ്രശ്നാ, തീരെ ഇടാൻ പറ്റുന്നില്ല. എടാ അതുകൊണ്ടല്ല, ഇതിപ്പോ ഒരു വളയോ മാലയ്ക്കാണെങ്കിൽ എന്തായാലും ശരിയാക്കണം, അത് ഉപയോഗിക്കണ്ടേ. ഇതിപ്പോ പാദസരല്ലേ, അത് വീട്ടിലെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് അതെങ്ങാനും പൊട്ടി എവിടെയെങ്കിലും വീണ് പോയെങ്കിൽ നീയും അറിയില്ല. ഇതിപ്പോ മാറ്റി എടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവുക അതൊക്കെ എടുത്തിടാൻ. നീ പൊട്ടിയ സാധനം അങ്ങനെ ഷെൽഫിൽ എടുത്തു വെക്കുന്നല്ലേ നമുക്കൊരു സേഫ്റ്റി. നീ ഒരു കാര്യം ചെയ്തു, ഒരു വെള്ളീന്റെ പാസരം വാങ്ങിട്ടോ. എന്തായാലും ഇന്ന് റെഡി ആയതല്ലേ, നമുക്കൊരു സിനിമയ്ക്ക് പോയിട്ട് വരാം. ഇത് ചെറിയൊരു കാര്യല്ലേ? ഇന്ന് വരെ നീ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു തരണ്ടുണ്ടോ? ഇല്ലാലോ. പിന്നെ ഇതാണ് ഒരു വലിയ കാര്യം. മോളൊരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടപ്പെട്ട കളറ് പോയി സെലക്ട് ചെയ്ത് വെക്ക്. ഇന്ന് തന്നെ പോയിക്കോ.
ആയിക്കോട്ടെ, ശരി എന്നാ. എന്നിട്ട് അമ്മനെ വിളിച്ച് പറയട്ടോ. ആ, നീ വേണ്ട, നീ അവനെ വിളിക്കണ്ട, അമ്മ പറഞ്ഞ് ശരിയാക്കിക്കോളും. ഓ ശരി ശരി എന്നാ, ഇപ്പൊ തന്നെ വയ്ക്കാം. മോനെ, നിങ്ങൾ എപ്പോഴാ പോകാൻ തീരുമാനിച്ചത്? നാളെ വൈകുന്നേരം പോവാമേ. അവളെ ഒന്ന് ഒരു ദിവസം മുൻപ് അയച്ചു വിട്, അവൾക്ക് സന്തോഷമായിക്കോട്ടെ. അവള് പറഞ്ഞതായിരുന്നു അമ്മേ ഒരു ദിവസം മുമ്പൊക്കെ പോണെന്ന്. പക്ഷെ ഇപ്പൊ പറയുന്നത് നമ്മളെ കൂടെ വരുന്നുള്ളൂ. അവർക്ക് എന്തോ ഒരു മടി. അത് വേറൊന്നല്ല, നമ്മള് സാധനം വാങ്ങുന്നതിന് പകരം കവറിലിടുന്നത്. അതിന്റെ ഒരു ക്ഷീണത്തിലാണ് പുള്ളിക്കാരി. അതിനിപ്പോ എന്ത് കുഴപ്പമുള്ളത്? ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയാലും അവളുടെ വീട്ടുകാർ കൊണ്ടുപോയാലും നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ പോകുന്നത്, പിന്നെന്താ? അമ്മ എന്താണെങ്കിലും അവള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് വന്നല്ലേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വേറൊരു വീട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകുന്നത്. അവര് വിചാരിക്കില്ലേ ഒരു ഉടുപ്പില്ലാണ്ട് ഒരു കൈ വീശി വന്നിരിക്കുകയാണ്. അങ്ങനെ ഉളുപ്പ് നോക്കിട്ടുണ്ടെങ്കിലേ നിന്റെ പോക്കറ്റ് കാലിയാവും. ഇപ്പൊ എന്തായി? അമ്മ കാരണം 40,000 രൂപ നിനക്ക് മിച്ചം കിട്ടി. 40,000 രൂപയൊക്കെ ലാഭം കിട്ടി. എന്നാ പിന്നെ അമ്മ പോവാളൂ ഇവിടെ. എന്നാ പിന്നെ എനിക്കതൊന്ന് ഒഴിവാവാനോ? നീ നിന്റെ ഭാര്യയും കൂടി അവളുടെ വീട്ടുകാരോട് പോകുമ്പോലെയാണോ ഞാൻ പോകുന്നത്? ഞാൻ വേറെ തന്നെ ഒരാളല്ലേ. വെറും കയ്യും വീശിങ്ങനെ അവരുടെ ചോറ് തിന്നാൻ വേണ്ടി പോകാൻ പറ്റുമോ? ആ, അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇതൊരു നാണം കെട്ട ഏർപ്പാടാണെന്നല്ലേ. കുറച്ച് നാണം കെട്ടാൽ എന്താ? ആ പൈസ നമുക്ക് വേറെ കാര്യത്തിന് ഉപയോഗിച്ചൂടെ? ഇപ്പൊ തന്നെ അനുമോള് വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്. എന്തിന്? അവളുടെ സ്കൂട്ടി കേടുകൊണ്ട് എത്രയായി? അവരോട് എത്ര വർഷം പറയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ കല്യാണം കഴിഞ്ഞ ടൈമിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തതല്ലേ. ഇതിപ്പോ മിനിഞ്ഞാന്ന് എവിടെയോ പോയിട്ട് വരുമ്പോ ഇടവഴി വെച്ച് നിന്നത്രേ. എന്നിട്ട് ഏതോ ചെക്കന്മാര് വന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. എന്റെ കുട്ടി അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുക. അതിനെന്തിനാണ് അവൻ തന്നെ വാങ്ങിക്കൊടുക്കാൻ നിൽക്കുന്നത്? അവക്കും ജോലിയില്ലേ, അവക്കും വാങ്ങിക്കൂടെ? അതിനവളുടെ സാലറി ഹൗസിംഗ് ലോണ് പോകുന്നില്ലേ? എന്നാൽ എന്തമ്മേ ഒരു 2,000-3,000 രൂപ മാസം കൊടുത്തൊരു സ്കൂട്ടി വീട്ടിലെത്തിച്ചൂടെ? മോനെ, ഹൗസിംഗ് ലോണ് വേറെ, സ്കൂട്ടിന്റെ വേറെ. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവന്റെ കയ്യിൽ കുറച്ച് പൈസ വേണ്ടടാ. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാനിപ്പോ എന്താ പറയാൻ പറ്റുന്ന വെച്ചാ, വെറുതെ കളയാൻ. പക്ഷെ 40,000 രൂപ എന്തായാലും നിന്റെ കയ്യിലുണ്ടല്ലോ, അതെടുത്ത് അവൾക്ക് കൊടുക്ക്. പിന്നെ ബാക്കി അവൾ അവന്റെ കയ്യോ കാലോ പിടിച്ച് ചേർത്തി വാങ്ങിച്ചോട്ടെ ഒരു വണ്ടി. പിന്നെ വേണമെങ്കിൽ ചെറിയൊരു ലോൺ എടുത്താൽ പോരെ, അധികം പൈസ അടയ്ക്കേണ്ടി വരില്ലല്ലോ. അമ്മ ഇപ്പൊ പറയുന്ന ആ പൈസ എടുത്തിട്ട് അവൾക്ക് കൊടുക്കാനാ? നമ്മളല്ലാണ്ട് വേറെ ആരാ അവളെ സഹായിക്കുക? ഞാനാണെങ്കിൽ അവളടുത്ത് വാക്ക് കൊടുത്തും പോയി. മോനൊരു കാര്യമേ, ആ പൈസ എടുത്ത് അവൾക്ക് കൊടുക്ക്. അത് ശരി. അപ്പൊ അമ്മ ഇത് മനസ്സിൽ കണ്ടിട്ടായിരുന്നു അല്ലെ ഹൗസ് വാമിങ്ങിന് നമ്മൾ അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞ കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലേ. ഞാൻ പറഞ്ഞ മോനെ, ഞാൻ അവളോട് പറഞ്ഞല്ലോ നീ വേണമെങ്കിൽ 1,000-2,000 കൊടുക്കുന്നുള്ളത്. നിന്റെ കുടുംബക്കാരുടെ ഒപ്പം പോയാൽ പോരെ. അപ്പൊ സാധനം അവര് കൊടുക്കട്ടെ, നിങ്ങൾ പുറകെ പോയാ പോരെ. അങ്ങനെ. അപ്പൊ അമ്മ പറഞ്ഞ കാര്യമാണല്ലേ മോൻ അതേപടി അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോയത്? ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ തീരുമാനമായിരിക്കുന്നു. അപ്പൊ എന്റെ കുടുംബക്കാരുടെ മുമ്പില് എന്നെ നാണം കിട്ടിയാലും കുഴപ്പമില്ല, അമ്മയുടെ പ്ലാന് വിജയിക്കണം. കൊള്ളാം. നീ എന്താ അവനോട് ഇങ്ങനെ പറയുന്നത്? ഈ വീട്ടിലെ പൈസ പോകുമ്പോഴേ എനിക്ക് നല്ല ദണ്ണുണ്ട്. ഓ, അപ്പൊ പാദസരത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെ പറഞ്ഞാണോ? വെള്ളി പാസരം ഭാര്യയ്ക്ക് ഇട്ട് കൊടുക്കുന്ന? വള്ളി പാദസരം പോരെ, സാധാരണ ഇവിടെയൊക്കെ നടക്കുന്നതല്ലേ. അത് വീണ് പോയാലോ ബോൾഡ് ഇട്ടാ. ഓ, അപ്പൊ മോന് സ്വന്തമായിട്ട് തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒന്നുമില്ല. അമ്മ എന്റെ ഡമ്മി പീസ്. അവനെ ഈ പോത്ത് പോലെ വളർന്നോ താടി മിശയൊക്കെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്രയും വലിയ വലിയ കാര്യങ്ങളും തീരുമാനിക്കുന്ന ബോധമായിട്ടില്ല. അതിപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയിപ്പോ എന്താ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം എങ്ങനെയൊക്കെയാണ് ഇവിടെ തീരുമാനിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങൾ അങ്ങ് പൊയ്ക്കോട്ടെ. നീ വഴി തലേദിവസം പൊയ്ക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാല് അമ്മ പറയും, ഞാൻ അനുസരിക്കും. മൂപ്പർ ഇങ്ങനെ നോക്കി നിൽക്കും അല്ലേ? അതിനിപ്പോ നീ എന്താ പറയുന്നത്? നീ പറയുന്ന അനുസരിച്ച് എന്റെ മോൻ തുള്ളണമെന്നാ? അത് ഈ സുഭദ്രാദേവി ഉള്ളത്ര കാലം അത് നടക്കില്ല മോളെ. അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടോ? അമ്മേനോട് മോൻ ഒരു കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കും. അമ്മേന്റെ ഭരണം മോനോട് മതി, മരുമോളോട് വേണ്ട. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ളൊരു ബഹുമാനം എനിക്കുണ്ടായിരുന്നു. അതിപ്പോ പോയി കിട്ടി. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോഴേ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്മേനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടത്. അല്ലാണ്ട് അമ്മയുടെ തീരുമാനങ്ങൾ എടുത്തോണ്ട് വന്ന് നമ്മുടെ ഇടയ്ക്ക് നടപ്പാക്കാൻ നിൽക്കരുത്.
പിന്നെ ഹൗസ് വാമിങ്ങിന് പോകുമ്പോ എന്ത് കൊണ്ടുപോകണം നമ്മൾ തീരുമാനിച്ചതല്ലേ, അതും കൊണ്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ അവിടെ കൊടുക്കാന്ന് പറഞ്ഞ 1000 രൂപയും കവർ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ. എന്റെ കുടുംബക്കാരുടെ മുമ്പിലേ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്, നാണം കെട്ട് പോകാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, 40,000 രൂപയല്ലേ, അത് ഞാൻ അച്ഛനോട് വാങ്ങിയിട്ട് സാധനം വാങ്ങിക്കൊടുത്തോളാം. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അത്രയ്ക്ക് മാന്യതയുള്ള ആളായിരുന്നെങ്കിലേ എന്നോടൊന്ന് സംസാരിക്കുമായിരുന്നു. ഒന്നൊരു നാത്തൂനല്ലേ, നിങ്ങളൊക്കെ ഇത്ര ചീപ്പാണോ? എന്തൊരു കഷ്ടമാ, മക്കളുടെ പൊന്നുപോലെ നോക്കിയിട്ട് വേറെ വീട്ടിൽ അയക്കുമ്പോ ഇതാണ് അവസ്ഥ. നീ ഒരുപാട് ലേറ്റ് ആയല്ലോ, എന്തു പറ്റി? ഇത് വല്ലാത്തൊരു ദിവസമായിരുന്നു. 4:30 ഇറങ്ങാൻ പറ്റില്ലേ. 4:15 ആകുമ്പോഴാണ് ചെയർമാനും പിന്നെ വേറെ കുറെ പേർക്ക് വരുന്നത്. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു മീറ്റിംഗ്, 5-5:15 വരെ മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് സ്കൂൾ പിള്ളേരെ തിരക്കൊക്കെ ആയിട്ട് ബസ് കിട്ടാൻ എത്ര റിസ്ക് എടുത്തെന്ന് അറിയോ? നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും ട്രെയിന് മിസ്സായി. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിൽ ചെന്ന് അവിടുന്ന് ബസ് കയറി ഇവിടെ എത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ? 2-3 മണിക്കൂർ കൂടണം ഒരു ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ നേരം കാത്തു നിന്ന് അതിന് കയറി വന്നതാണ്. സത്യം പറഞ്ഞാൽ മതിയായി, എന്തൊരു ദൂരം അത്. എന്നാലും ഇവന്മാരൊക്കെ എന്ത് മനുഷ്യന്മാരാ. ചെയർമാനാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി സ്റ്റാഫിന്റെ ടൈമും കൂടെ നോക്കണ്ടേ? നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവൻ ഫ്രീ ആകുമ്പോൾ നേരെ വന്നിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. എന്തെന്നാ അത്, എവിടെ നടക്കും ഇതൊക്കെ? പറഞ്ഞിട്ട് എന്താ കാര്യമായിട്ടാ? പ്രൈവറ്റ് സ്ഥാപനമല്ലേ, അവരെ റൂൾസിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തല്ലേ പറ്റൂ. പിന്നെ ജോലി വേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ, അല്ലാണ്ട് അവരുടെ അല്ലല്ലോ. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ 100 ആൾക്കാർ അവർക്ക് വേറെ കിട്ടും. അതൊക്കെ ശരിയാണ്, എന്നാലും നിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. നീ എത്ര ദൂരം നിന്ന് ഓഫീസിലേക്ക് പോകുന്നത്? നീ മാത്രമാണോ? എത്ര സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് ദൂരത്തു നിന്നല്ലേ വരുന്നത്. ഇതിപ്പോ ഒരു ദിവസം ആഴ്ചയിലൊക്കെ ആണെങ്കിൽ പോട്ടെ നിൽക്ക്. അവരെ കുറ്റം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. അവരുടെ കമ്പനി ഡെവലപ്മെന്റിൽ അവർ നോക്കൂ. പിന്നെ നമ്മൾ ഈ സ്റ്റാഫ് ഓട്ടോയിലാണോ വരുന്നത്, ബസ്സിലാണോ വരുന്നത്, ട്രെയിനിലാണോ, എത്ര കിലോമീറ്റർ ആണെന്നൊക്കെ അവരറിയേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ എന്താണെന്നറിയോ? ഒന്നാമത് ഇങ്ങോട്ടേക്ക് ബസ്സില്ല, പിന്നെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും പലപ്പോഴും ട്രെയിന് മിസ്സാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. രാവിലെ തന്നെ 5:30-5:45 ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം, എന്നാലാണ് അവിടെ കറക്റ്റ് 8-9 മണിയാകുമ്പോഴേക്ക് എത്താൻ പറ്റുക. ട്രാഫിക് ബ്ലോക്കും ഒക്കെ കഴിഞ്ഞിട്ട് കുറെ പേര് കാറിലൊക്കെയാണ് വരുന്നത്. കാറൊന്നും വേണ്ട, ഒരു സ്കൂട്ടറെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാ പിന്നെ നമുക്കൊരു സ്കൂട്ടർ വാങ്ങാം. എന്റെ ഫ്രണ്ട് ഒരു ഷോറൂമിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ അവരെന്നെ ശരിയായിക്കോളും. നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. എന്നാ ഈ ആഴ്ച വാങ്ങാൻ നോക്കാല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ യാത്രേനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലല്ലോ, സമാധാനത്തോടെ പോയി വരാം. ആ നിക്കട്ടാ, ഞാനിപ്പം വിളിക്കാം. എന്തിന് ഇവിടെ 2-3 മാസമല്ലേ ജോലിക്ക് തുടങ്ങിയിട്ട്, അപ്പോഴേക്ക് 1-1.5 ലക്ഷത്തിന് വണ്ടി വാങ്ങിക്കണം? അതുകൊണ്ടല്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്. എന്നത് മാത്രമല്ല, രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് പോകണം. ബസ്സിലേക്ക് എന്താ തിരക്കെന്ന് വെച്ചത്. അപ്പൊ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ പിന്നെ വളരെ ഈസി ആയില്ലേ, അതുകൊണ്ടാ. പിന്നെ ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാവരും കാറിലും സ്കൂട്ടിലാണല്ലോ പോകുന്നത്. നമ്മുടെ തൊട്ട് വീട്ടിലെ പെൺകുട്ടി, അപ്പുറത്തെ മിനി, അപ്പുറത്തെ പെൺകുട്ടി, ഇവിടുത്തെ എല്ലാ പെൺകുട്ടികളും ബസ്സിന് തന്നെയാണ് ജോലിക്ക് പോകുന്നത്. എന്നിട്ട് എല്ലാവരും കാറിലും ബൈക്കിലൊന്നും അല്ലേ പോകുന്നത്. ആ രാജേഷിന്റെ ഭാര്യ പ്രിയങ്ക നിന്നെക്കാളും വലിയ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ആ കുട്ടി അടക്കം ബസ്സിനെ പോയിട്ട് വരുന്നത്. മറ്റുള്ളവരുടെ കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. അമ്മയൊന്ന് പോയി നോക്കണം, ഇങ്ങനെ ട്രെയിനിനും ഓട്ടോയിലും ബസ്സിലൊക്കെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പൊ മനസ്സിലായിക്കോളും. നമ്മൾ സ്കൂൾ കുട്ടികളെ നല്ല തിരക്കും ഉണ്ടാവും, പല ബസ്സുകളും നിർത്താറുമില്ല. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബസ്സും കിട്ടില്ല, ഓട്ടോയും കിട്ടില്ല, നല്ല കഷ്ടപ്പാടാ. എന്നിട്ട് ബസ്സിലും ഓട്ടോയിലും ട്രെയിനിലൊന്നും ഒരു ജോലിക്കാരും ഇല്ല, വെറും സ്കൂൾ പിള്ളേരെയും കൊണ്ടാണ് അവർ പോകുകയും വരികയും ചെയ്യുന്നത്. ഇതിപ്പോ 2 റുപ്യ സമ്പാദിച്ചു വരുമ്പോ അപ്പോഴേക്കും എനിക്ക് വണ്ടി വേണം, കാറ് വേണം, വലിയ വലിയ വിചാരങ്ങളൊക്കെ ആയി. നീ ഇവിടെ പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ഇപ്പൊ കൈയുള്ള വയസ്സിന് മുഴുവനും കളയേണ്ട വഴിയാണ് ഇപ്പോൾ അവള് പറയുന്നത്. അതിന് ഇവൾക്ക് പ്രൈവറ്റ് ജോലിയല്ലേ, അതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇപ്പൊ പോയി 1-1.5 ലക്ഷം കൊടുത്ത് വണ്ടി വാങ്ങിച്ചു, നാളെ ജോലി പോയാലോ? വെറുതെ വണ്ടി ഇവിടെ കിടപ്പായോ? പൈസ പോകുകയും ചെയ്തോ? എന്റെ ജോലിനെ കുറിച്ച് ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട. അഥവാ അത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ജോലി കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ അമ്മ എന്തിനത്ര ടെൻഷൻ അടിക്കണേ? ഞാൻ അമ്മേനോട് പൈസ ചോദിച്ചോ? വന്ന് കേറിയില്ല, ഇപ്പൊ തന്നെ എന്റെ നിന്റെ എന്നുള്ള വർത്തമാനമൊക്കെ ആയി. ഇതൊക്കെ ഏതുവരെ പോകും? അമ്മ ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞൊന്നും അല്ല. അമ്മ ഒരു ദിവസം പോയി നോക്കണം, അപ്പ അറിയാം. ഞാൻ എത്ര നേരത്തെയാണെന്നറിയോ പോകുന്നത്. അവിടെ വെറുതെ ഇരുന്നിട്ട് വരുന്നതല്ല, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാ വരുന്നത്. വരുമ്പോഴത്തേക്കും ബസ്സിലും ട്രെയിനിലും അത്രയും തിക്കും തിരക്കും. നമ്മുടെ വീട് ഒരുപാട് ഉള്ളോട്ടാ, ഇവിടെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് നല്ല റിസ്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് റിസ്ക്? ഓഫീസ് കഴിഞ്ഞ് നേരെ വീടെത്തണം. ഇത് ഹോട്ടലിൽ പോകാനും ജ്യൂസ് കുടിക്കാനും കറങ്ങി നടക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലേ വീടെത്തുമ്പോ സമയം വൈകും. അപ്പോഴാണ് റിസ്ക് ആയി തോന്നുന്നത്. കറങ്ങി നടക്കാനോ? ഇവളോ? ഇവളവിടെ കറങ്ങി നടന്നു?
എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. വേണ്ട വേണ്ട പറഞ്ഞിരുന്നതാ. അപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിച്ച് രണ്ടിനും അടങ്ങുള്ളൂ. ഇപ്പൊ സുരഭി മോള് വിളിച്ചതാ. ഇവളുടെ കൂട്ടുകാരികളെ കൊണ്ട് ഹോട്ടലിൽ ഇരുന്ന് അർമാദിക്കണത്രേ. അവളും അവളുടെ വീട്ടുകാരും കൂടി ആ ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയതാണത്രേ. അപ്പോഴാണ് അവിടെ ഇവളെ കണ്ടത്. നാണക്കേടല്ലേ അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരെ കണ്ടു എന്ന് പറഞ്ഞ. അത് കാരണം അവളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഹോട്ടലിലേക്ക് പോയി. അത് ശരി. അപ്പൊ നീ വെറുതെ അല്ലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വൈകി വരുന്നത്? പാർട്ടിയും കറങ്ങലും എല്ലാം കൂടെ കഴിച്ചിട്ടാ വരുന്നല്ലേ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത്ര ക്ഷീണം തോന്നുന്നുണ്ടോ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയത്, അല്ലാണ്ട് പാർട്ടി നടത്താനല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും കയറാറുണ്ടല്ലോ ഇങ്ങനെ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ. അന്നേരം അതൊന്നും വലിയ വിഷയമല്ല. അമ്മ എന്താ പറഞ്ഞേ? എന്നെ എന്റെ ഫ്രണ്ട്സിനെയും ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ അമ്മേന്റെ മോക്ക് ഭയങ്കര നാണക്കേടായിരുന്നു അല്ലേ? എന്നിട്ട് വേറെ ഹോട്ടലിലേക്ക് പോയിന്ന്. അത്രയ്ക്ക് മാന്യതയുള്ള ആളായിരുന്നെങ്കിലേ എന്നോട് ഒന്ന് സംസാരിക്കുമായിരുന്നു. ഒന്നുമില്ല, നാത്തൂനല്ലേ. നിങ്ങളൊക്കെ ഇത്ര ചീപ്പാണോ? എന്താണ് നീ പറഞ്ഞത്? ഞാൻ എന്റെ മോള് ചീപ്പാണെന്നോ? കേട്ടിട്ടാ നീ ഇവള് പറഞ്ഞത്? വാങ്ങിക്കൊടുക്കും സ്കൂട്ടി, എന്നിട്ട് വേണം നാട് മുഴുവനും കറങ്ങട്ടെ. എന്നിട്ട് എല്ലാവരും ഇവിടെ ഒന്ന് പറയട്ടെ നിന്റെ ഭാര്യനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളത്. ആ പേര് ദർശനം എനിക്ക് വേണോ? കുടുംബത്തിന് നാണം കെടുത്താൻ വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക ഇവള്. അങ്ങനെ പേര് ദോഷം കേൾപ്പിക്കലും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായിരിക്കും. ആ കൂടുതൽ എന്നെ പെടുത്തണ്ട. കേൾക്കണം, എനിക്കിത് തന്നെ കേൾക്കണം. അന്ന് ഇവളുടെ കുടുംബത്തിലേക്ക് കട്ടിലെ ഷെൽഫ് വാങ്ങിയിട്ട് പോയില്ലേ? അപ്പൊ ഞാൻ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നില്ലേ? അതിനുള്ള കൂലിയാണ് ഇപ്പൊ എനിക്ക് ഇവൾ തന്നത്. എനിക്കിതൊന്നും പോരാ, ഇനി കേൾക്കണം എനിക്ക്. ഇവളാരാണ്? നീ തൽക്കാലേ സ്കൂട്ടർ വാങ്ങിയിട്ട് ലോകം ചുറ്റാൻ നിൽക്കണ്ട, ബസ്സിന് തന്നെ പോയാൽ മതി. ലോകം കറങ്ങണോ വേണ്ടതെന്നുള്ള രണ്ടാമത്തെ കാര്യമല്ലേ. ഇപ്പൊ എനിക്കൊരു സ്കൂട്ടർ വേണം. അതിന് നിങ്ങളുടെ അനുവാദം ഒന്നും ആവശ്യമില്ല. എനിക്ക് പോയി വാങ്ങാൻ അറിയില്ല. വരയ്ക്കാൻ വരാ ഒരു അമ്മയും മോനും വന്നിരിക്കും. ഇവളിങ്ങനെ തലേ കയറാൻ പറ്റിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ലല്ലോ. എന്താച്ചാ വെള്ളം മോള് ഇതെന്താ വെച്ചാ? മോളുടെ പിറന്നാളല്ലേ, മോള് മറന്നോ? ആ, ഞാൻ ആ കാര്യം ഓർത്തില്ല. ഇത് പായസ അമ്മ തന്നു വിട്ടാ. അമ്മയ്ക്ക് ഒരു സമാധാനമില്ല മോളെ. എല്ലാ വർഷവും ആവശ്യത്തിന് മോളെ. രാവിലെ നേരത്തെ ഉണ്ടാക്കിട്ട് ഇവിടെ കൊണ്ട് തരാനാണ് ഏൽപ്പിച്ച മോളെ. മോളെ അമ്പലത്തിനും പോയില്ല? ഇല്ല അച്ഛാ, ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. പിറന്നാളാണെന്നുള്ള കാര്യം മറന്നുപോയി. ഇതെന്താ ഈ വഴിക്കൊക്കെ? മോളെ കൂട്ടിട്ട് പോകാൻ വന്നതാണോ? അയ്യോ അല്ല, മോളുടെ പിറന്നാളാ, കുറച്ച് പായസം കൊണ്ടുവന്നതാ. അതെന്താ ഞങ്ങൾക്കിവിടെ പായസം ഉണ്ടാക്കാൻ ഒരു ഗതിയില്ല? നിങ്ങളുടെ മോള് വിളിച്ചു പറഞ്ഞോ? ഇല്ലല്ല, മോളൊന്നും പഠിച്ചു പറഞ്ഞിട്ടില്ല. ഇന്നത്തോട്ട് പറയാ അവളുടെ അമ്മ കുറച്ച് പായസം കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ വന്നതാ. ഇവിടെ സ്വഭാവം വെച്ചിട്ട് ഇവിടെ അതൊക്കെ പറയേണ്ടതാണല്ലോ. ഞാൻ വിചാരിച്ചു എല്ലാം അറിഞ്ഞെങ്കിലും ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്നുള്ളത്. എന്തു പറ്റി? മോളുടെ ഭാഗത്ത് തെറ്റു പറ്റിയോ? തെറ്റ് പറ്റുന്ന നിങ്ങൾ താഴ്മയോടെ ചോദിക്കുന്നത്, അത് മാത്രം ഇവൾക്ക് പറ്റുന്നുള്ളൂ. ഒരക്ഷരം ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞാൽ 9 തിരിച്ചു പറയാ. എന്താ പ്രശ്നം മോളെ? നിങ്ങൾ എന്തിനാ അവളോട് ചോദിക്കുന്നത്? അവള് പറയോ ഞാൻ ഇന്നെ വാക്കൊക്കെ ഞങ്ങളെ പറഞ്ഞു എന്നുള്ളത്? ഇവൾക്ക് ഞാനും എന്റെ മോള് ചീപ്പാണത്രേ. പിന്നെ എന്റെ മോളിൽ കിഴങ്ങനും. ഏതെങ്കിലും വീട്ടിൽ നടക്കോ വേണ്ടി വർത്താനം? ഇവളെ സ്വഭാവം നേരത്തെ അറിഞ്ഞതാണെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഇവളെ കെട്ടിക്കില്ലായിരുന്നു. എത്ര നല്ല നല്ല ബന്ധങ്ങൾ വന്നതാണ്, എല്ലാം വേണ്ട വെച്ചു. എന്നിട്ടാണ് ഈ താടകൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത്. പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല, പെട്ടുപോയി ഞങ്ങള്. ഞാൻ അത്രേ പറയാനുള്ളൂ. എന്താ മോളെ അമ്മ ഇങ്ങനെ പറഞ്ഞു? മോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കി? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അച്ഛാ. ഒരു സ്കൂട്ടർ വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. അതും ഏട്ടന്റെ പൈസയിലൊന്നല്ല, എന്റെ പൈസ തന്നെ. പക്ഷെ അതിനാണ് ഇപ്പൊ ഇത്രയൊക്കെ പറയുന്നത്. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. അതവർക്കൊക്കെ വലിയ നാണക്കേടാണത്രേ. ഞാൻ നാട് മുഴുവൻ കറങ്ങാൻ നടക്കാണ്, വീട്ടില് ചീത്തപ്പേര് കേൾപ്പിക്കും, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഇതെല്ലാം കേട്ട് ഞാൻ മിണ്ടാണ്ട് നിൽക്കാനാ? നിങ്ങളെന്ത് എങ്ങനെയൊക്കെ പറഞ്ഞു? അവള് നോക്കാം, അവൾക്കറിയില്ലേ? നിങ്ങളൊക്കെ ചായ കുടിക്കുന്ന അറിയാലേ ചീത്തപ്പനുണ്ടാക്കി തിരിച്ചു വരിക? വെറുതെ അല്ല വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ സംസ്കാരമാണല്ലോ മോൾ ഇവിടെ വന്ന് കാണിക്കുന്നത്. തെറ്റ് ആര് ചെയ്താലും അത് ചോദിക്കുന്നതാണ് ഞങ്ങളുടെ പാരമ്പര്യം. അതാണ് ഞാൻ എന്റെ ഭാര്യ ഇവിടെ പഠിപ്പിച്ചു വിട്ടത്. അല്ല എന്ത് തെറ്റാണുള്ളത്? അത് ശരി, ഇവൾക്കൊരു ജീവിതം കൊടുത്ത എന്റെ മോനും ഞാനും തെറ്റുകാരായി. അവള് മര്യാദ രാമനായതുകൊണ്ടാ എന്തൊക്കെ ഇവള് പറഞ്ഞാലും ഒന്നും കേൾക്കാതെ പോലെ ക്ഷമിച്ച് നടക്കുന്നത്. അതിന് നിങ്ങളുടെ മോളുടെ പേര് എന്റെ മോന് കിഴങ്ങൻ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മുഖത്ത് കിഴങ്ങൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? എന്താ മോള് നീ കിഴങ്ങെന്ന് പറഞ്ഞാല്?
ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഏട്ടൻ ചെയ്തു തരുമ്പോ അമ്മയാ പറയാ കിഴങ്ങനാണ് അതുകൊണ്ടാ ചെയ്തു കൊടുക്കണം. കണ്ടോ, ഇവൾ അതും കൂടി എന്റെ തലക്കിടാൻ വേണ്ടി നോക്കുന്നത്. നിന്റെ അച്ഛൻ ഇവിടെ വിളിച്ചു വരുത്തിയത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നല്ല ഞാൻ. പിറന്നാളാഴ്ചന്റെ മോളിൽ കാണാൻ വന്നതാ. എന്തൊരു കഷ്ടമാ. മക്കളുടെ പൊന്നുവാൻ നോക്കിയിട്ട് വേറെ വീട്ടിൽ അയക്കുമ്പോ ഇതാണ് അവസ്ഥ. മോള് വീട്ടിലോട്ട് വരുന്നുണ്ടാ? ഇല്ല ചേച്ചി, ഇപ്പൊ വരണില്ല. ഞാൻ ഏട്ടനും കൂടി വേറൊരു ദിവസം വരാം. ശരി മോളെ. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഓ, അതെനിക്കറിയാം. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ഇന്ന് എന്റെ പിറന്നാളാ. എല്ലാ വർഷവും വീട്ടിൽ നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു. അപ്പോ അമ്മ എപ്പോഴും പായസവും സദ്യയൊക്കെ ഉണ്ടാക്കായിരുന്നേ. ഒരു സമാധാനം ഇല്ല അന്ന് വീട്ടിലിരുന്നിട്ട്. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പായസം കൊടുത്തു വിട്ടതാ നമുക്ക് കൊണ്ടുതരാൻ വേണ്ടിട്ട്. പായസം കൊണ്ടുതരാൻ വന്നതോ അതോ നീ നിന്റെ അച്ഛനെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിളിച്ചു വരുന്നതോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടോ? നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് പുള്ളിന്റെ വായിലിരിക്കുന്ന മുഴുവൻ അമ്മേനോട് വിളിച്ചു പറഞ്ഞ് അമ്മേനെ ഇവിടുന്ന് കരയിപ്പിച്ചിട്ട് ഒരു കൂസലാണ് ഇറങ്ങി പോവുക അല്ലേ? അമ്മേനെ കരയിപ്പിച്ചെന്നോ? അങ്ങനെ ഇവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി നീ നിന്റെ അച്ഛനെ മുന്നിൽ വെച്ചിട്ട് എന്റെ അമ്മയോട് അത്രയും വൾഗറായിട്ട് സംസാരിച്ചത്? നിനക്ക് കുറച്ച് മാന്യത ഉണ്ടെങ്കിൽ നിന്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്, എന്റെ അമ്മയാണ്. കുറച്ചൊക്കെ ബഹുമാനിക്കണം എന്നുള്ള വിവരം ഉണ്ടാവട്ടെ നിനക്ക്. അതിനാരും ഇവിടെ ബഹുമാനക്കുറവൊന്നും കാണിച്ചിട്ടില്ല. അമ്മ തന്നെയാണ് വേണ്ടത് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അച്ഛൻ പായസം തന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോവാൻ നിന്നതാ. അതിന്റെ ഇടയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അച്ഛന് വെറുതെ പ്രകോപിപ്പിച്ചത് അമ്മയാ. എന്റെ അമ്മ എന്നോട് നുണ പറഞ്ഞു എന്നാ? എടി, എന്റെ അമ്മ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. നീ വിചാരിക്കുന്ന അത്ര ആളല്ല എന്റെ അമ്മ. നീയാണ് ഇവിടെ ഓരോന്നും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയൊരു നുണ പറഞ്ഞു എന്ന്. ഞാനിവിടെ എന്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്? ഒന്ന് തെളിച്ച് പറഞ്ഞതാ. അമ്മ പറഞ്ഞത് മാത്രം കേട്ടാ പോരല്ലോ, കുറച്ചുകൂടി ഭാര്യ പറയുന്നത് കൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കേ. ഇത് ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എടിതാ, നീ കൂടുതൽ വാചകം അടിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്കൊന്ന് വീട്ടിൽ വന്നിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കും. നിനക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേ കല്യാണം കഴിഞ്ഞു പോയത്? അവരോടൊക്കെ ഒന്ന് ചോദിക്കും അവരുടെ അമ്മായിമ്മേനോടും അമ്മായച്ചനോടും അവരുടെ ബ്രദേഴ്സിനോടും സിസ്റ്ററിനോടും ഒക്കെ എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നത്. അത് കേട്ട് പഠിച്ചിട്ട് വാ. അതുപോലെ ഇവിടെ ചെയ്യാൻ നോക്ക്. ഇത് ഒന്നും അറിയണ്ട, എവിടുന്ന് എഴുന്നാലും വന്നിരിക്കുക. ഒരു വായിൽ വരുന്നൊക്കെ വിളിച്ച് പോവുക ആരോഗ്യത്തിലോട്ട്. നീ എന്താ വിചാരിച്ച എന്റെ കുടുംബത്തെ കുറിച്ച്? നിന്റെ കുടുംബത്തെ എടുത്താൽ മതി ആ സ്വഭാവം. എന്താ ചെയ്യേണ്ടത് ദൈവം? എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ പറയുന്നത് മാത്രം വേദവാക്യം. എന്നൊന്ന് കേൾക്കാൻ പോലും റെഡിയല്ല. ആള് ശുദ്ധനാ, എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ മോന്റെ മനസ്സിൽ മുഴുവൻ വിഷം കുത്തി വെച്ചിരിക്കല്ലേ. അതിപ്പോ എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക? സത്യം അറിയണ്ടല്ല ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രം ഒന്ന് പുറത്ത് ചായ കുടിക്കാൻ പോകാൻ പറ്റില്ല, ബൈക്ക് വാങ്ങണ പ്രശ്നം. അവരൊക്കെ ഏത് നൂറ്റാണ്ടല്ലേ ജീവിക്കുന്നത്? ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. എന്തപ്പോ ചെയ്യാ? നീ വിചാരിക്കുന്ന ആളല്ല അവള്, അതിന്റെയൊക്കെ അപ്പുറമാ. ഇന്നലെ ഇവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയറിയോ? ഇന്നലെ രാത്രി അവളുടെ കുടുംബക്കാര് മുഴുവനും ഇവിടെ എത്തി. എന്തെല്ലാമാണ് മോളെ പറയുന്നത്? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോനാണെങ്കിൽ പുറത്ത്, നീ ആണെങ്കിൽ ഇത്രയും ദൂരെ. മോളെ പെട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ എത്താൻ പറ്റുമോ? എന്തോ ഒരു ഭാഗ്യത്തിന് ആ രാജേശ്വരിയും രമ്യയും അമ്പികയും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. എന്തോ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി പോയിരിക്കുക. ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക്, എല്ലാവരും കേൾക്കില്ലേ? നാണക്കേടി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അവര് കേൾക്കുന്നതാണോ? നാട്ടുകാരോട് മുഴുവനും പറയില്ലേ ചെക്കന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത്? അത്രയും സൗണ്ടില്ല മോളെ ഇവിടെ പറയുന്നത്. എങ്ങനെയൊക്കെയോ എനിക്ക് വയ്യ, ഞാൻ എന്തൊക്കെ ഇന്നലെ സഹിച്ചെന്ന് എനിക്ക് അറിയില്ല. മോളൊരു കാര്യം ചെയ്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ആ ശരി ശരി, എന്നാ ശരിയാ. അപ്പൊ അതാണ് കാര്യം. അമ്മയ്ക്ക് എന്ത് ചെയ്താലും അവളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല അല്ലേ?
ഇല്ല മോളെ, പറ്റില്ല. എനിക്ക് അവളുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റില്ല. എനിക്ക് കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. അങ്ങനെയാണെങ്കിലേ അമ്മ ദാ ഇന്നലെ വരെ നടന്നത് മുഴുവനും വള്ളി പുള്ളി തെറ്റാണ്ട് എന്നോട് പറഞ്ഞത്. എന്നാൽ എനിക്ക് കൃത്യമായൊരു നിഗമനത്തിൽ എത്താൻ പറ്റൂ. എന്നാ കേട്ടോ, ആദ്യത്തെ കാര്യം എന്തു പറഞ്ഞാലും തർക്കുത്തരം. അവളെ കുടുംബത്തിലേക്ക് 40,000 രൂപയുടെ സാധനം കൊണ്ട് കൊടുത്തു. പിന്നെ പാദസരം ഇവിടെ പൊട്ടിക്കിടക്കുക. ഞാൻ പടി പറഞ്ഞു അത് നന്നാക്കണ്ട, അവിടെ ഇരുന്നോട്ടെ, തൽക്കാലം വെള്ളി പാദസരം ഇടുന്നുള്ളത്. എന്റെ വാക്കിന് ഒരു വില അവള് കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പോകട്ടെ. അവളുടെ താലി കെട്ടി ഒരുത്തുന്നല്ലേ ഇവിടെ ഉള്ളത്. അവൻ പറഞ്ഞിട്ട് അടക്കം കേട്ടില്ലാന്ന്. അത് ശരി. പിന്നെ അവളുടെ അച്ഛനും കുറെ കുടുംബക്കാരും കൂടി ഇവിടെ വന്നു. എന്നെ ഒതുക്കാൻ കൊണ്ടുവന്നതാണ് അവള്. അവളുടെ അച്ഛൻ എന്തെല്ലാമാണ് മോളെ എന്നെ പറഞ്ഞത്. എന്റെ കണ്ണിന് രണ്ടു തുള്ളി കണ്ണീര് വന്നപ്പോ അവള് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇവള് മേലേക്ക് കയറിയും പോയി. ആകപ്പാടെ 3 മാസമല്ലേ ജോലിക്ക് പോയിട്ടുള്ളൂ. അവൾക്ക് 2-3 ലക്ഷത്തിന്റെ വണ്ടി വേണത്രേ. അപ്പൊ ഞാൻ മര്യാദക്ക് പറഞ്ഞു, മോളെ നീ ഒന്ന് ജോലി സ്ഥിരമാകട്ടെ, കുറച്ചും കൂടി അങ്ങോട്ട് പോ. ഇപ്പൊ പിന്നെ ഇത്തിരി ബസ്സിനോ ഓട്ടോറിക്ഷ എന്തിനും പോയാ പോരെ, പിന്നെ കുറച്ച് പൈസയൊക്കെ ആവും, പതുക്കെ വണ്ടി വാങ്ങാൻ പറഞ്ഞു. അതിന് എന്നോട് ചാടിക്കടിക്കാൻ വരുന്ന മോളെ. ഗവൺമെന്റ് ജോലിയുടെ നമ്മുടെ അനുമോള് പോലും ഇന്ന് വരെ സ്കൂട്ടറിൽ പോയിട്ടില്ല. എന്റെ കുട്ടി ബസ്സിനാണ് പോകുന്നത്. ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരികയല്ലേ വേണ്ടി. ഇത് അതല്ല. അവിടെ ചായ കുടിക്കാൻ പോയി, ഇവിടെ ജ്യൂസ് കുടിക്കാൻ പോയി പറഞ്ഞിട്ട് കറങ്ങി നടക്കുക. ഇനിയിപ്പോ വണ്ടിയും കൂടി വാങ്ങിച്ചു കൊടുത്താലോ, എന്തായിരിക്കും സ്ഥിതി? ഒരു ചായ ഉണ്ടാക്കി താന്ന് പോലും പറയാൻ പറ്റില്ല. അവൾ എന്തൊക്കെയാണറിയോ മോളെ തിരിച്ചു പറയുന്നത്. ശരിക്കും പറയണെങ്കിൽ എന്നെ ചങ്ങലിക്കിട്ട് തളച്ചു വെച്ച പോലെ പാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനുസരിക്കലില്ല. അല്ലമ്മേ, ഈ സമയത്തൊന്നും ഏട്ടൻ തിരിച്ചൊന്നും പറയാറില്ലേ? അപ്പൊ ഏട്ടൻ എന്താ ചെയ്യാറ്? ഏട്ടന് പേടിയാണോ അവളെ? നീ വിചാരിക്കുന്ന ആളൊന്നും അല്ല മോളെ അവൻ. എന്നോട് നിന്നോടുള്ള ചാടുകളിക്കൽ മാത്രമേ ഉള്ളൂ. അവളുടെ മുൻപിൽ അവൻ വെറുതെ പൂച്ച. എന്തെങ്കിലും പറയാൻ വേണ്ടി അവൻ നാവ് പുറത്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവൾ നാവ് അടപ്പിക്കും. എന്നാ പിന്നെ അതുകൂടി എഴുതട്ടെ. അല്ല, അനു വരാൻ വേണ്ടി നിന്നല്ലേ ഇങ്ങോട്ട്? പിന്നെന്തു പറ്റി അമ്മ അവള് ഒഴിവാക്കിട്ട് എന്നെ വിളിച്ചത്? എനിക്ക് അവളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ മോളെ. സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കല്ലേ അവളുടെ വീട്ടിൽ പൊരയെ കൂടുതലും അത് തമ്മിൽ ആ പൈസ അങ്ങോട്ട് പോയത്. പിന്നെ അവനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കാൻ പറയാന്ന് പറഞ്ഞാൽ അവന് അതിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി. അതിൻ്റെ അതിൽ കൂടെ 100 പ്രശ്നങ്ങൾ വന്നില്ലേ. സത്യം പറഞ്ഞ എനിക്ക് എന്റെ കുട്ടിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. പിന്നെ വിളിക്കലും ഇല്ലാണ്ടായി അവൾ. പിന്നെ നീ അന്ന് വിളിച്ചിട്ടേ ഇവളുടെ കൂട്ടുകാരികളുടെ ഒപ്പം ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ നീ പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് തോന്നി നിന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാലോ എന്നുള്ളത്. ഞാൻ കണ്ടു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പറയാനുള്ളതൊക്കെ അമ്മ പറഞ്ഞു കഴിഞ്ഞു. അതങ്ങനെ തീരില്ല മോളെ. ഒരു മെഗാ സിനിമകൾ നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയല്ലേ. അത് കുറെ ഓർത്തെടുക്കണം എനിക്ക്. പിന്നെ നിനക്ക് പോയിന്റായി തന്നെ കിട്ടണല്ലോ. അതിപ്പോ എന്തായാലും അവിടെ നിൽക്കട്ടെ. അമ്മ സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാനിപ്പോ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഒന്ന് ശുദ്ധി കലശം നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതുപോലെ എനിക്കിപ്പോഴാ ഒരു മനസ്സമാധാനമായത്. ഞാൻ വിചാരിച്ചതേ ഞാൻ ഇവിടുന്ന് ഇറങ്ങേണ്ട വരുന്നുള്ളതാ. എങ്ങനെയാ താടകനെ ഒന്ന് ഇറക്കി താമോളെ ഇവിടുന്ന്. അവളെ ഇവിടുന്ന് ഇറക്കി തരാനോ? അപ്പൊ മോന് ഭാര്യ വേണ്ടേ? വേണ്ട. എന്തിനും തസ്രീകരണ കുടുംബത്തില് രാവിലെയും ചെല്ലാം അതിന്റെ മുഖം കാണണം, രാത്രിയും കാണണം. ശരിക്കും പറഞ്ഞാൽ നല്ല വായു ശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക്. എന്ന് വെച്ചാല് അമ്മേനെ അവൾ ഇവിടെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ല അല്ലെ? ശുദ്ധവായു ശ്വസിച്ച കാലം ഞാൻ മറന്നുപോയി. ഇവിടെ ഇട്ടൊരു വിഷപ്പാമ്പല്ലേ, വിഷപ്പാമ്പ്. ഏത് നേരം തുപ്പിക്കഴിഞ്ഞ് ഫുള്ള് വായുവിലൊക്കെ ആവില്ലേ. അതന്നെയാണ് ഇവിടുത്തെ. തൽക്കാലം അത്രയും മതി. ഞാൻ ആ പോയിന്റ് കൂടി എഴുതി ചേർക്കട്ടെ. ഇനി ഞാൻ എന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങട്ടെ. ചോദ്യം നമ്പർ 1, അവളെങ്ങനെ പണിയെടുക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണോ? പണിയെടുക്കുന്നു. കൊടുങ്കാറ്റ് പോലെ ചൂല് കൊടുത്തൊരു വരത്ത ഓഫീസിൽ പോകുന്ന പിന്നെ ഇവിടെ കണ്ട പിന്നെ അവിടെ കണ്ടു. അതിനെയാണ് അടിച്ചു വാരലെന്ന് പറയണ അത്രേ. പിന്നെ കറി പോലെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെക്കും. അത് അവൻ കഴിക്കുന്ന കാണാം. എനിക്ക് തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങലില്ല.
പിന്നെ ഒരു മീൻ കറി വെക്കുന്ന കാണാം, മഴയത്ത് കരവെള്ളം വീണ പോലെ ആ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന കാണാം. അതിൽ മഞ്ഞളും ഇല്ല, ഉപ്പും ഇല്ല, മുളകും ഇല്ല. അത് മനുഷ്യൻ കഴിക്കുവോ? അയ്യയ്യയ്യയ്യേ, എന്നിട്ട് ആ കറിയും കൂട്ടിയിട്ടാണോ അവൻ ഓഫീസിൽ ഭക്ഷണം കഴിക്കുന്നത്? അമ്മയ്ക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാക്കുന്ന കറിക്കൊന്ന് രുചി പോരെന്നല്ലേ അവൻ പറയുന്നത്. ഞാൻ പിന്നെ വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ഞാൻ ആ വഴിക്കേ തിരിയുന്നില്ല. ആയിക്കോട്ടെ, ഇനി അടുത്തത്, അവളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മേനോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? അതൊക്കെ അവള് രഹസ്യമാക്കി വെച്ചിരിക്കുകയല്ലേ. രഹസ്യമയാണ് അവള്, രഹസ്യമയി. അവനോട് പോലും പറയലില്ല, പിന്നല്ലേ എന്നോട്. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. ഇപ്പൊ നീ വന്നതല്ലേ, നീ ഉടുത്ത സാരി, നിന്റെ കമല്, നീ എങ്ങോട്ട് ചെരുപ്പിട്ടിട്ട് വന്നിരിക്കണം, അതടക്കം അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയും. അവൾ ഇങ്ങനത്തെ ഒരു സാധനമാണോ? പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ അമ്മേ. മിണ്ടാ പൂച്ചേനെ പോലെ നിന്നിട്ട് ഇതൊക്കെയാണല്ലോ ഇവള് കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞ കുടുംബത്തെ കയറ്റാൻ പറ്റില്ല, അങ്ങനെ ഒരാളെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിഭയങ്കരമായ യക്ഷിയാണ് അവള്, യക്ഷി. മോൾ ഇവിടുന്ന് പോകുന്നതിന്റെ മുൻപ് അവളെ തനി സ്വരൂപം എന്റെ മോനെ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ എന്നോട് പറയണം, അമ്മ എനിക്ക് ഇവള് വേണ്ടാന്ന്. ആ ഒരു ചെറിയ ആഗ്രഹം മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ. എന്ന് വെച്ചാൽ അമ്മ ആഗ്രഹിക്കുന്നത് അവരുടെ ഡിവോഴ്സ് അല്ലേ? അത് അത്രേ ഉള്ളൂ മോളെ. ഇപ്പൊ നീ വന്നതാണ് അമ്മന്റെ ഏറ്റവും വലിയ സമാധാനം. മോള് വന്നിട്ട് കുറെ സമയം ഇരിക്കി, അമ്മ ചായ എടുത്തിട്ട് വരാം. ഷോ, പൊന്നുപോലത്തെ ഒരു ചെക്കൻ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു അമ്മായിമ്മ, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കയറി വന്നൊരു പെണ്ണ് നോക്കണേ. നിനക്ക് നീ ഇങ്ങോട്ടേക്ക് വാ, ബാക്കി ഞാൻ വന്നിട്ട് തരാം. എടാ, സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെയാണ് അവളുടെ ഒരുമാതിരി സ്വഭാവം മാറ്റലും ഒരുമാതിരി ടോണിൽ സംസാരിക്കലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ കൂടെ വെറുപ്പായത്. നിനക്കൊരു കാര്യം അറിയാം, അവളുടെ ഒരു പാദസരം പൊട്ടി. അപ്പൊ അതൊന്ന് മാറ്റണം പറഞ്ഞു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവള് പറഞ്ഞിട്ട് ഞാൻ ആന്ന് പറയും, മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു. ഞാനന്ന് അമ്മേനോട് ഈ കാര്യം അവതരിപ്പിച്ചതാ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഈ വിലകൾ സമയത്ത് മാറ്റുന്നത്? സത്യം കാര്യം പറഞ്ഞിട്ട് അത് ശരി തന്നെയാണ്. പാസരല്ലേ, കാലിൽ കിടക്കുന്ന കാര്യം വീണ് പോയിട്ടുണ്ടെങ്കിൽ പോയി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, തൽക്കാലം വേറെ എന്തെങ്കിലും വെള്ളീൻ്റെ ഒക്കെ വാങ്ങിയിട്ട് ഇത് തൽക്കാലം ശരിയാക്കണ്ടാന്ന്. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? അതിന് അവൾ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം എൻ്റെ മോളെ, സത്യം പറഞ്ഞാണല്ലോ, അവളെ അന്ന് പിടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തോന്നി എനിക്ക്. ആ കാര്യം അമ്മേനോട് പറഞ്ഞു, അവളത് മാറ്റിയെന്നൊക്കെ. എന്നാലത് അവള് അത്ര വലിയ വിഷയമാക്കിയോ? പിന്നെ ആക്കിയോന്നോ? എന്റെ പൊന്നെ, നിനക്ക് അറിയില്ല അവളെ കുറിച്ച്. അപ്പൊ അമ്മയുടെ തീരുമാനമായിരുന്നു ഏട്ടൻ അവളെ അറിയിച്ചു അല്ലേ? ആ അതന്നെ. ഓക്കെ, നോട്ട് ചെയ്യട്ടെ. നീ എന്ത് കുറെ നേരമല്ലോ മൊബൈലും പിടിച്ചിട്ട് നോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ സംഭവം? അവള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമല്ലോ, അപ്പൊ ചോദിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചതാ. നീ ഏട്ടൻ പറയുന്ന കാര്യത്തിലെ ഒന്നും മിസ്സായി പോകാൻ പാടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം നല്ല രീതിയിൽ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒരു മൂത്ത പെങ്ങൾ എന്നുള്ള രീതിയിൽ അതെങ്കിലും എനിക്ക് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിലേ നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം. നിനക്ക് പറ്റുകയാണെങ്കിൽ അവളെ കറക്റ്റ്. അമ്മ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവൾ എന്ത് സംസാരിക്കണേ വായിൽ വരുന്ന അതേപോലെ അങ്ങോട്ട് വിളിച്ചു പോകുന്നു. നിനക്കറിയാലോ, നീ നിന്റെ അമ്മായിമ്മനോട് എന്ത് നന്നായിട്ട് പെരുമാറുന്നതെന്ന്. നമ്മുടെ അമ്മ അതുപോലെ അവളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മ എന്നും എന്നോട് വന്നിട്ട് പറയും ഈ കാര്യം. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അല്ല, ഏട്ടന് തോന്നിയിട്ടുണ്ടോ അവള് ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ? ഏയ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് നല്ല രീതി തന്നെ അവള് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അമ്മയെ നല്ലൊരു ഒബ്സർവൻ്റ് അല്ലേ? അപ്പൊ അമ്മേനോട് ഞാൻ ഇല്ലാത്ത സമയത്ത് അവളെങ്ങാനും പെരുമാറി കാണും. അതായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നിനക്ക് പറ്റുമെങ്കിൽ അതും കൂടെ നീ ഒന്ന് സംസാരിച്ചോ അവളോട്. ഇനിയിപ്പൊ അങ്ങനെയാണ് തന്നെ അതും കൂടെ ശരിയായിക്കോട്ടെ. അപ്പൊ അമ്മയാണ് ഇവിടെ ഏറ്റവും സങ്കടപ്പെട്ട് നടക്കുന്ന ഒരാൾ. അമ്മ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഏട്ടനും സമാധാനമില്ല അല്ലേ? ആടാ, എനിക്ക് സമാധാനമില്ല. പോയിക്കാം. എന്തായാലും അവള് വരട്ടെ, ഞാൻ സംസാരിക്കാം. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. നീ എഴുതി വെച്ചതൊക്കെ എനിക്കും കൂടി ഒന്ന് കാണിച്ചതാ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നോ? എന്നും ഈ സമയത്ത് തന്നെയാണോ വരുന്നേ? ഇല്ല, എന്നുമില്ല, ചില ദിവസങ്ങളിലൊക്കെ വൈകാറുണ്ട്. പക്ഷെ എങ്ങനെ വൈകാതിരിക്കും? ചായ കുടിയും സൽക്കാരവും ചുറ്റിക്കറങ്ങലും എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തുന്നത്. ആ 2-3 പാർട്ടി ഉണ്ടായിരുന്നു, അതുകൂടി കഴിഞ്ഞിട്ടാ വരുന്നത്. അതുകൊണ്ടപ്പൊ ഇത്രയും വൈകിപ്പോയത്. കേട്ടോ, മനസ്സിലായില്ലേ?
മുഖത്ത് നോക്കി ഒരു കാര്യമുണ്ട് പറയാൻ പറ്റില്ല. തറുതല. അമ്മ ഇപ്പൊ സമയം 7-7:30 കഴിഞ്ഞു. ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയതാ. ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടാ വരണത്. അന്നേരം എന്നോട് ഇങ്ങനെ സംസാരിച്ച പിന്നെ ഞാൻ എങ്ങനെ മറുപടി തരാനാ? നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ അമ്മനോട് സംസാരിക്കട്ടെ. അങ്ങനെ എന്നോട് നിങ്ങൾ സംസാരിക്കണ്ട. എന്റെ മോള് വന്നിട്ടുണ്ട്, അവളുടെ മുൻപിലാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തമ്മ ഇത്? അവള് ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. നീ എന്താടേ പറയുന്നത്? നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടോ? എന്റെ മോള് വന്നിരിക്കുക, അവളുടെ മുൻപിൽ എന്നെ അപമാനിച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടാളും പറഞ്ഞ അവൾ എന്തായാലും കേൾക്കില്ല. അവള് ചോദിക്കട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ, നീ സംസാരിക്കും. നീ ഇപ്പൊ ഇവിടുത്തെ അന്യനൊന്നല്ലല്ലോ. എന്താണെങ്കിൽ ഇത് സംസാരിച്ച ഒരു സൊല്യൂഷൻ എത്തണ്ടല്ലേ? ശ്രുതി കഴിച്ചിട്ടാണോ വന്നത്? ഇല്ല. നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് വിടല്ലേ ഇത്? അപ്പൊ നിന്റെ ഭർത്താവും അമ്മായിമ്മയും പറയണത് അനുസരിച്ച് ജീവിക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം നിനക്കില്ലേ? ഇതൊന്നും പറഞ്ഞിട്ടല്ലേ നിന്റെ അമ്മ ഇങ്ങോട്ട് നിന്നെ വിട്ടത്? ഞാനിവിടെ മോശമായിട്ടൊന്നും ആരോടും പെരുമാറിയിട്ടില്ല. എല്ലാരോടും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നത്. അതറിയാനുണ്ട്. ഇവിടെ ഞാൻ വന്നു കയറുന്നത് എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നു. അടുത്തത് ചോദിക്കുക. അടുത്തത് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് പറയും. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എനിക്ക് മറന്നുപോയി. പാദസരത്തിന്റെ കാര്യേ അമ്മ പറഞ്ഞല്ലേ വെള്ളിപ്പാസർ ഇട്ടാ മതിന്ന്. പിന്നെ നീ എന്തിനാ നിന്റെ സ്വന്തം താല്പര്യത്തിൽ അത് മാറ്റാൻ നിന്നത്? എന്റെ കയ്യിൽ ഒരു സാധനം മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവരുടെയൊക്കെ സമ്മതം ചോദിക്കേണ്ട ആവശ്യം എന്താ? എന്ന് വെച്ചാ നിന്റെ ഭർത്താവിനും നിന്റെ അമ്മായിയമ്മയ്ക്കും നീ 5 പൈസന്റെ വില ഇവിടെ കൊടുക്കുന്നില്ല. മൂന്നാമത്തെ ചോദിക്കും. മൂന്നാമത്തത് എന്ത്? ഗുണ്ടകളെ കൊണ്ട് നീ എന്താ നാട്ടിൽ നിന്ന് ഗുണ്ടകളൊക്കെ ഇറക്കിയോ? നിന്റെ ഭർത്താവിനെ തല്ലിക്കാൻ വേണ്ടിയിട്ടും അമ്മായിമ്മനെ വരട്ടാനൊക്കെ വേണ്ടിയിട്ട്? ആ പരിപാടിയൊന്നും ഇവിടെ വേണ്ട മോളെ. അതൊക്കെ കയ്യിൽ വെച്ചോ. ഗുണ്ടകളാ? അവളുടെ അച്ഛൻ മാത്രല്ലേ വന്നത്? മിണ്ടതിരിക്കടയൊക്കെ അവിടെ. അവളുടെ അച്ഛനോട് ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവർ റോഡിന്റെ അപ്പുറത്ത് നിന്നു. ഞാൻ കണ്ടതല്ലേ. അവരെല്ലാവരും പോയ പിന്നല്ലേ നീ വന്നത്. അവളുടെ അച്ഛനോട് എന്തൊക്കെ പറഞ്ഞു നീ കണ്ടിട്ടില്ല നേരിട്ട്? ഞാൻ പറഞ്ഞെന്നല്ലേ അറിഞ്ഞിട്ടുള്ളൂ. എന്റെ പിറന്നാൾ ദിവസം അച്ഛൻ വീട്ടിൽ നിന്ന് പായസം കൊടുത്ത് തന്നതാ, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. പിന്നെ ചേച്ചി ചോദിച്ചില്ലേ നിന്റെ ഭർത്താവിനെയും അമ്മയെ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ലേന്ന്? ഇങ്ങനത്തെ ഒരു അമ്മയെ ഞാൻ എങ്ങനെ അനുസരിക്കാനാ? പിന്നെ ഇതാണ് ഭർത്താവ്. അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞാ പിന്നെതാ മിണ്ടില്ല. നീ അവള് പറഞ്ഞ വിശ്വസിക്കണ്ട. അവള് വായി വിളിച്ച് കള്ളത്തരോ പറയുള്ളൂ. നീ ഞാൻ പറഞ്ഞു കേൾക്ക്. ആണോ ഏട്ടാ? അമ്മ പറഞ്ഞാണോ സത്യം? അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും ശരി തന്നെ ആയിരിക്കും. അമ്മ അങ്ങനെ വെറുതെ ഒന്നും പറയൊന്നുമില്ല. അപ്പൊ അമ്മ പറയുന്നതാണ് ഏട്ടന് വേദവാക്യം. ഭാര്യ പറയുന്നതൊന്നും ഒരു വിലയില്ല അല്ലെ? എന്താടി നീ അവനെ കുറ്റപ്പെടുത്തുന്നു? അവളോട് ചോദിക്കാനല്ലേ നീ വന്നത്? അമ്മ എന്തൊക്കെ ചോദിക്കാൻ എന്നോട് പറഞ്ഞത്? അത് മുഴുവൻ ഞാനിപ്പോ ചോദിക്കട്ടെ ഒരു രണ്ടുപേരെ മുന്നില്? അതെ, ഏട്ടന് ഭാര്യ വേണ്ടാന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് അവളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഭാര്യ വേണ്ടേ? നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയി കിട്ടിയാല് അത്രയും സമാധാനം എന്നാണ് അമ്മ പറയുന്നത് അല്ലമ്മേ? അതെ, അങ്ങനെ തന്നെ. വേറെ ഒന്നും ഒരു തീരുമാനം എനിക്കില്ല കേട്ടോ. അപ്പൊ ഏട്ടന്റെ അഭിപ്രായം എന്താ? മ്യൂച്വൽ ഡിവോഴ്സ് നോക്കിയാലോ? നീ എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞല്ലേ അവളുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, അതായിട്ട് അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അമ്മയ്ക്കല്ലേ പ്രശ്നങ്ങള്? മോന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ആദ്യം അത് പറ. ഒരുമാതിരി LKG പിള്ളേരെ പോലെ അമ്മ ഇത് പറഞ്ഞു അമ്മ അത് പറഞ്ഞു പറഞ്ഞിട്ട് എന്നോട് പറയാൻ നിൽക്കരുത്. സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലേ? എന്താടി നീ കുടുംബം കളിക്കാൻ വേണ്ടി വന്നതാണോ? എന്നെ എന്റെ മോനെ കൂടെ തെറ്റിക്കാൻ നോക്കുക. നിന്നെ വിളിച്ച് എന്റെ അനുമോളെ വിളിച്ചാൽ മതിയായിരുന്നു. എന്തിന്? ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടിട്ടോ? ഇപ്പൊ തന്നെ നോക്ക്, 7-7:30 സമയം. അവള് ജോലി കഴിഞ്ഞ് വന്ന് കേറിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കിതാ ഇങ്ങനെയാണ് ഇവിടെ സംസാരം. ഒരു മര്യാദയുള്ള ഒരു അമ്മയാണെങ്കിൽ എന്താണെന്നറിയോ ചെയ്യാ? ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മോളെ ഇത് കുടിക്കുന്നു പറഞ്ഞ് കൊടുക്കും. അതുപോലും കാണിക്കണില്ല. പിന്നെ അവൾ എങ്ങനെ പെരുമാറണം? എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് അവള് പറയുന്ന ഒന്നും മനസ്സിലാക്കാണ്ട് അമ്മ പറയുന്നതാണ് ശരി അമ്മ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ മാത്രം നടക്കുന്ന ഒരു ഭർത്താവ്. ഒരു പെണ്ണിന് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒറ്റയ്ക്ക്? ഒരു സ്കൂട്ടർ വാങ്ങണമെങ്കിൽ അവൾക്ക് ആരുടെയൊക്കെ സമ്മതം വേണം? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് വെക്കി, അവൾ ഒറ്റയ്ക്ക് വാങ്ങായിരുന്നില്ലേ? നിങ്ങളോടൊക്കെ ചോദിക്കുവോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഒരു ഗ്ലാസ് ചായ പോലും പുറത്തേക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അതും കേട്ട് തുള്ളാൻ ഒരു മോനും. ഏട്ടനൊരു കാര്യം മനസ്സിലാക്കിക്കോ,
അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അമ്മ ശരിയല്ല അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് ഏട്ടന് വേണം. ഇനി അവളെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാല് നീ ചെയ്ത് ശരിയല്ല, അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്ന പറയാനുള്ള അറിവ് വേണം. ഇത് രണ്ടും ഇല്ലാണ്ട് അമ്മ പറഞ്ഞ ഭാര്യ പറഞ്ഞ ആന്ന് പറഞ്ഞിട്ട് രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്ത്. സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്ക്. അല്ലല്ല, അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പമാണമ്മേ? അവര് ജീവിച്ചോട്ടെ. അവരുടെ ഇടയ്ക്ക് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷം കിട്ടുക? ഞാൻ അവിടെ സമാധാനത്തോടല്ലേ കഴിയുന്നത്? അനുമോള് ഭയങ്കരതാണല്ലോ, അവളുടെ അമ്മ അങ്ങനെ, അവളുടെ ഭർത്താവ് അങ്ങനെയെന്ന്. സ്വന്തം മോൻ മാത്രം ഭാര്യനെ സ്നേഹിക്കുമ്പോ അമ്മയ്ക്ക് എന്തിന്റെ അസൂയാണ്? അമ്മയ്ക്ക് എങ്ങനെയാ അവള് യക്ഷിയായത്? അമ്മയ്ക്ക് എങ്ങനെയാ അവള് അഹങ്കാരിയായത്? മോനപ്പൊ ജീവിതം വേണ്ടേ? മോൻ ഇവിടെ മിണ്ടാടിരുന്നോട്ടെ അല്ലെ, അമ്മേന്റെ അടിമയായിട്ട്? ആണമില്ലാത്ത ഓരോ മനുഷ്യന്മാര്, കഷ്ടം തന്നെ. ഗുണ്ടകൾ വന്നത്ര. ആ കുട്ടിക്ക് കുറച്ച് പായസം കൊണ്ട് അവളെ അച്ഛൻ വന്നപ്പോ, അതൊക്കെ എന്ത് മനുഷ്യന്മാരാണ്! അത് കേട്ട് തുള്ളാൻ ഒരു കോന്തനും. അവൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ നിങ്ങൾ ഒരാൾ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാ. അതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രം വന്ന് അവളെ പുറത്ത് ചാടിക്കാൻ നോക്കുകയാണ് അമ്മ. അതും കേട്ടിട്ട് അമ്മ പറയണ മാത്രം വിശ്വസിച്ചിട്ട് ഇങ്ങനെ പൊട്ടനായിട്ട് ജീവിക്കല്ലേ. നിങ്ങളാണ് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അപ്പൊ അവൾക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാനുള്ള പ്രാപ്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകണം. അതൊക്കെ ഇനി എന്നാ ഉണ്ടാകുക? പാവം ശ്രുതി, അമ്മയും എന്നെ മനസ്സിലാക്കുന്നില്ല, ഏട്ടനും മനസ്സിലാക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടേ എന്നെ വിളിച്ചതാ. അവക്ക് ഒരു സ്വസ്ഥതയും സ്വൈരവും സമാധാനവും ഒന്നും കൊടുക്കാണ്ടിരുന്നാലേ അവൾ എങ്ങനെ എവിടെ നിൽക്കുക? അമ്മയ്ക്ക് ഇത്രയും പ്രായമില്ലേ? അവള് ചെറിയ പെണ്ണല്ലേ? അവളുടെ ജീവിതം എന്തിനാണ് അമ്മ ഇങ്ങനെ തകർക്കാൻ നിൽക്കുന്നത്? അത് തകരുമ്പോ മോന്റെ ജീവിതവും മനസമാധാനവും കൂടിയല്ലേ പോകുന്നത്? അതൊക്കെ ഇനി എന്നാണ് മനസ്സിലാകുക? അമ്മയും പെങ്ങന്മാരും അച്ഛനും എല്ലാവരും പറഞ്ഞ് കേൾക്കണം. പക്ഷെ അത് ശരിയല്ല, തെറ്റാണെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അവർ തിരുത്താനുള്ള കഴിവ് ഉണ്ടാകണം. അല്ലാണ്ട് അമ്മ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോ അത് മുഴുവൻ മോനെ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഇനിയെങ്കിലും സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശ്രുതി, നീ വേണേ പോയി ഫ്രഷ് ആയിട്ട് വന്നോ. അമ്മ അവൾക്ക് ചായ എടുത്തിട്ടോ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളത് ഏട്ടൻ തീരുമാനിക്കും. അല്ലെങ്കിലേ അവളെ വഴിക്കിട്ടിട്ട് അങ്ങോട്ട് പോകും.